സന്ദീപ് വാര്യർ എന്നത് പാലക്കാട്ടെ ബിജെപിക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം ബിജെപിയുടെ കോട്ടകൊത്തളങ്ങളെയും അകത്തളങ്ങളെയും നന്നായിട്ട് അറിയാവുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. ആര് എവിടെ എപ്പോൾ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എത്രമാത്രം ദുഷ്പ്രചാരണങ്ങൾ അഴിച്ചുവിടും തുടങ്ങി ബിജെപിയിലെ എല്ലാ നേതാക്കളെയും സന്ദീപ് വാര്യർ എന്ന ഇന്നത്തെ കോൺഗ്രസുകാരന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെ കൊടുക്കണമെന്നും അറിയാം. ഇവിടെ 5 വർഷങ്ങൾക്കപ്പുറം സന്ദീപ് വാര്യർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ബിജെപിയിൽ എന്ന് നിഷ്പ്രയാസം പറയാം. എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം പതിച്ച പോസ്റ്റർ അദ്ദേഹം പോസ്റ്റുകളിലും ചുവരുകളിലുമൊക്കെ പതിപ്പിക്കുന്ന സാധാരണ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ്. അവിടെ ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് ഓടേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മാറിയിരിക്കുകയാണ്. അവിടെ നഗരസഭ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും ഇതേ ഡയലോഗ് പറഞ്ഞ് ഭാര്യയ്ക്ക് സീറ്റ് വാങ്ങി നൽകി. ഭാര്യയ്ക്കും സീറ്റ് നൽകരുതെന്ന് പറയുമോ എന്ന ഒറ്റ ചോദ്യത്തിൽ കൃഷ്ണകുമാറിനെ അടിച്ചിരുത്തുകയാണ് സന്ദീപ്. അങ്ങനെ ബിജെപി എവിടെയൊക്കെ മാസ് ഡയലോഗ് അടിച്ചാലും ശരി, സന്ദീപ് വാര്യർ മുന്നും പിന്നും നോക്കില്ല. കണക്കിന് മർമ്മത്ത് നോക്കി തന്നെ കൊടുക്കും. കഴിഞ്ഞ ദിവസം സന്ദീപ് ബിജെപി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നഗരസഭ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും ഇതേ ഡയലോഗ് പറഞ്ഞ് ഭാര്യയ്ക്ക് സീറ്റ് വാങ്ങി നൽകി. ഭാര്യയ്ക്കും സീറ്റ് നൽകരുതെന്ന് പറയുമോ? കൊട്ടിഘോഷിച്ച് കോൺഗ്രസിനെതിരെ മുൻ IPS കാരിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നഗരസഭ തൂക്കാനായിട്ട് ബിജെപി കച്ചകെട്ടി ഇറങ്ങുമ്പോഴാണ് തെളിവ് നിരത്തി സന്ദീപ് ഇത്തരം തകർപ്പൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തീർന്നില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. തങ്ങൾ പഠിച്ച ശാസ്ത്രമൊന്നും ശാസ്ത്രമേളയിൽ കാണാത്തത് കൊണ്ടാണ് ബിജെപി നേതാവ് ഇറങ്ങിപ്പോന്നത്. മഹാഭാരതകാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. ഗോമൂത്രം കൊണ്ട് ക്യാൻസറും കോവിഡും മാറും. പൗരാണിക ഭാരതത്തിൽ വിമാനമുണ്ടായിരുന്നു. ജ്യോതിഷത്തെ നാസ അംഗീകരിച്ചിട്ടുണ്ട് തുടങ്ങി ബിജെപിക്ക് അറിയാവുന്ന ശാസ്ത്ര സത്യങ്ങളുടെ പൂർണ്ണ നീരസമാണ് സംസ്ഥാന ശാസ്ത്രമേളയിൽ കാണുന്നത്. ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഒന്ന് നടപ്പിലാക്കിക്കോട്ടെ, കാണിച്ചു തരാം. സയന്റിഫിക് ടെമ്പർമെന്റ്, കോക്കനട്ട് കൊല എന്നിങ്ങനെ സന്ദീപ് തന്നിലെ കോൺഗ്രസുകാരനെ ബിജെപിക്കെതിരെ അഴിച്ചുവിടുമ്പോൾ സത്യത്തിൽ ബിജെപി കുഴഞ്ഞു പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയാണ് കൂട്ടാളിയായ ശത്രുവിൽ നിന്നും ഇന്നിപ്പോൾ അവർക്ക് കിട്ടുന്നത്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയും ലീഡറുടെ മകളും മുരളീധരന്റെ സഹോദരിയുമായി പത്മജ വേണുഗോപാലിനെയും ഒക്കെ തങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ട് ബിജെപി 8 കോളം വാർത്ത സൃഷ്ടിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോഴാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കാനായിട്ട് ബിജെപി കോട്ടയിൽ നിന്നുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിന് കൈകൊടുക്കുന്നത്. അവിടെ എന്തൊക്കെ പുകലുകൾ ഉണ്ടാക്കിയെങ്കിലും 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുകയും അതിന് സന്ദീപ് ചുക്കാൻ പിടിച്ചു എന്നതൊക്കെ ചരിത്ര സംഭവമായി മാറുകയും ചെയ്തു. എന്തായാലും 5 വർഷങ്ങൾക്കിപ്പുറം സന്ദീപ് വാര്യർ പണി തുടങ്ങിയ ആ വീഡിയോ നമുക്കൊന്ന് കാണാം.